വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ ഒരു മലയിടുക്കിൽ 35-കാരിയായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ നീക്കി പോലീസ്. കൊലപാതകം ആത്മഹത്യയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച വഞ്ചനയുടെയും ക്രൂരതയുടെയും കഥയാണ് പോലീസ് പുറത്തു കൊണ്ടുവന്നത്. ലോകനായകി എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. യുവതിയെ കാമുകനും അയാളുടെ 2 കാമുകിമാരും ചേർന്ന് വിഷം നൽകി 30 അടി താഴ്ചയുള്ള മലയിടുക്കിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഒരു സ്വകാര്യ കോച്ചിംഗ് സെന്ററിൽ ജോലി ചെയ്യുകയും ഹോസ്റ്റലിൽ താമസിക്കുകയും ചെയ്തിരുന്ന ലോകനായികയെ മാർച്ച് 1 മുതൽ കാണാനില്ലായിരുന്നു. ഇവരുടെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ 22-കാരനായ അബ്ദുൾ അബീസുമായാണ് അവസാനമായി സംസാരിച്ചതെന്ന് കണ്ടെത്തി. ലോകനായകി അബ്ദുള്ളുമായി പ്രണയത്തിലായിരുന്നുവെന്നും ഏർക്കാടിൽ അയാളെ കാണാൻ പോയിരുന്നുവെന്നും കൂടുതൽ അന്വേഷണത്തിൽ കണ്ടെത്തി. അബ്ദുള്ളും അയാളുടെ മറ്റു 2 കാമുകിമാരായ IT ജീവനക്കാരിയായ താബിയ സുൽത്താനയും നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മോനിഷയും ചേർന്ന് ലോകനായികയെ കൊല്ലാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ഒടുവിൽ പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ലോകനായകി അബ്ദുള്ളയുമായി വേർപിരിയാൻ തയ്യാറായിരുന്നില്ലെന്നും ഇസ്ലാം മതം സ്വീകരിച്ച് അൽബിയ എന്ന പേര് മാറ്റാൻ തീരുമാനിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അബ്ദുൾ താവിയുമായും മോനിഷയുമായി അടുപ്പത്തിലായി. സംസാരിക്കാനെന്ന് പറഞ്ഞ് ലോകനായകിയെ ഏർക്കാടിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് പരിക്കിനുള്ള വേദന സംഹാരി എന്ന വ്യാജേന അവർക്ക് വിഷം കുത്തിവെച്ചു. ബോധം നഷ്ടപ്പെട്ടപ്പോൾ യുവതിയെ മലയിടുക്കിലേക്ക് തള്ളിയിട്ട് ആത്മഹത്യയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. അന്വേഷണത്തെ തുടർന്ന് ഏർക്കാട് പോലീസ് അബ്ദുള്ളിനെയും താവിയെയും മോനിഷയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.